മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, മുൾച്ചെടിപ്പടർപ്പിൽ വീണ വിത്തുകൾ അവ ഫലം പുറപ്പെടുവിച്ചില്ല. കാരണം ജീവിത വ്യഗ്രതയും പണത്തോടുള്ള ആസക്തിയും അവനെ ഞെരുക്കിക്കളഞ്ഞു. ദൈവവചനം നമ്മളിൽ പ്രവർത്തിക്കുകയും അത് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിനും ഒപ്പം വചനത്തിൻ്റെ തീക്ഷ്ണമായ ശക്തിയിലൂടെ കടന്നു പോകുന്നതിനും നമ്മളെ വളർത്തുന്നതിനും നമ്മുടെ ജീവിതങ്ങളിൽ ഞെരുക്കങ്ങൾ ആവശ്യമാണ്. പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു ക്രിസ്തു ശിഷ്യൻ തൻ്റെ യഥാർത്ഥ വിശ്വാസം കണ്ടെത്തുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും പതറിപ്പോകാതെ ജീവിതത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ട് അവൻ മാറുകയാണ്. ക്രിസ്തുവിൻ്റെ കുരിശു വഹിക്കുവാൻ അവൻ യോഗ്യനുള്ളവനായി തീരുകയാണ്. ഇന്ന് വിധക്കാരൻ്റെ ഉപമയിലൂടെ ഈശോ പറഞ്ഞു വയ്ക്കുന്നതും മറ്റൊന്നല്ല, നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന വചനത്തെ വളർത്തുവാൻ പരിശ്രമിക്കുകയും അതുവഴി 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുവാൻ വേണ്ടിയാണ് അവിടെ നമ്മളെ ക്ഷണിക്കുക. അതിനായി അനുദിന ജീവിതത്തിൽ ബലിയോടൊപ്പം വചനം കൂടി സ്വീകരിച്ചുകൊണ്ട് വളരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവ നിവേശിതമായ ജീവിതത്തിന് നമ്മൾ ഉടമകളായിത്തീരുക. നമുക്ക് പരിശ്രമിക്കാം. ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുന്ന ഒരു ജീവിതം, ഈശോയെ നിൻ്റെ കൃപയാൽ അനുഗ്രഹീതമായി തീരുന്ന ഒരു ജീവിതം